2016 മുതൽ ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്, CPM-ന്റെ നിയന്ത്രണത്തിലാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്നതും CPM അനുഭാവികൾ തന്നെയാണ്. ഇപ്പോൾ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് വരെ പ്രതിപട്ടികയിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അന്ന് ദേവസ്വം മന്ത്രി ആരായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രതികരണമൊന്നും കൃത്യമായി ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിലേക്ക് കൂടി അന്വേഷണം കടക്കുമെന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? ആ അന്വേഷണം അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് അമൃത. ഈ അന്വേഷണം അന്നത്തെ ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അവിടെ അവസാനിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അതിന്റെ സൂചനയായിട്ട് നിലവിലെ ദേവസ്വം മന്ത്രിയായ VN വാസവൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരെ അതിനകത്ത് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും FIR-ൽ അവരുടെ പേരുകൾ വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ ദേവസ്വം ബോർഡിൽ അത് ഒതുക്കി നിൽക്കാൻ തന്നെയാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഒരന്വേഷണം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM-ന് കൃത്യമായ ബോധ്യമുണ്ട്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തോട് നമ്മൾ അല്പസമയം മുമ്പ് ഇവിടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി AKG സെന്ററിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തോട് പ്രതികരണം ചോദിക്കുമ്പോൾ പഠിച്ച ശേഷം പ്രതികരിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് കടന്ന് എന്തെങ്കിലും ഒരു വാചകം അധികമായി പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറായില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണം അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണം അത് 2019 ദേവസ്വം ബോർഡ് കടന്ന് മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ 11-ാം തീയതി 12-ാം തീയതി കണ്ടാവുന്നു. ഈ മാസം അവസാനത്തോടു കൂടി അടുത്ത മാസം ആദ്യത്തോടു കൂടിയോ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് കണക്ട് ചെയ്താൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യം CPM-നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ അന്വേഷണം പോകും എന്ന് കരുതാൻ കഴിയില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ അത് നിൽക്കും. പരമാവധി പോയി കഴിഞ്ഞാൽ ദേവസ്വം പ്രസിഡന്റിലേക്ക് അവിടെ എത്തിച്ചേർന്ന് നിൽക്കും. അതിനപ്പുറത്തേക്ക് കടന്നൊരു അന്വേഷണം അല്ലെങ്കിൽ അവരുടെ കുറ്റപത്രത്തിൽ പേര് ചേർക്കൽ അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അമൃത, ശരി, സേഫ് തുടരൂ. നന്ദുഷ, നമ്മൾ നേരത്തെ പറഞ്ഞത് പത്മകുമാറിന്റെ പ്രതികരണത്തെക്കുറിച്ച് തന്നെയാണ്. അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. പല ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും കൃത്യമായൊരു ഉത്തരം ഇപ്പോഴും അദ്ദേഹം നൽകുന്നില്ല. മറ്റ് പല ചോദ്യങ്ങളും തിരിച്ചു ചോദിക്കുകയാണ് അദ്ദേഹം. തീർച്ചയായും അമൃത, പൂർണ്ണമായും മാധ്യമങ്ങളെ പഠിക്കാനാണ് അദ്ദേഹം ആദ്യം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ ബൈറ്റ് എടുക്കാനായിട്ട് ചെല്ലുമ്പോഴെല്ലാം അദ്ദേഹം ആദ്യം പറയുന്നത് അത് മാധ്യമശക്തിയാണ് എന്ന സ്ഥിരം തന്നെയാണ്. ആ ഡയലോഗ് തന്നെ ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് താഴികക്കുടം, അതായത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ താഴികക്കുടം കാണാതെ പോയത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണ്. അതും തന്റെ കാലത്താണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്ത് നടത്തുന്നത്. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി വിശാലമായി അല്ലെങ്കിൽ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പിന്നെയും കുറച്ചുകൂടി പ്രതികരണത്തിലേക്ക് അദ്ദേഹം കിടക്കുന്നത്. ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ച ഉണ്ടായതായി അദ്ദേഹം ആദ്യം മുതൽ പറയുന്നുണ്ട്. തിരുവാഭരണം കമ്മീഷണർക്ക് ഉൾപ്പെടെ വീഴ്ച പറ്റിയതായി അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ പോലും സ്വന്തം ഭരണസമിതിക്ക് വീഴ്ച പറ്റിയതായി അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. FIR ഇട്ട കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. പറയേണ്ടിടത്ത് പറയേണ്ടവരോട് വ്യക്തമായ കാര്യങ്ങൾ അറിയിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയേണ്ടി വരും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം അനുകൂലിച്ച്, അതായത് വിവാദങ്ങളുടെ ആദ്യഘട്ടത്തിൽ ബൈറ്റിക്കാനായി അല്ലെങ്കിൽ പ്രതികരണം എടുക്കാനായി നമ്മളവിടെ പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി ശക്തമായ തെളിവുകൾ പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിക്കളയാതെ എന്നാൽ അദ്ദേഹത്തിന് അനുകൂലമായി പറയാത്ത ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഇന്നിപ്പോൾ പൂർണ്ണമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് ആദ്യമായി പത്മകുമാർ എത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കർണാടകയിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണ് പത്മകുമാർ ആവശ്യപ്പെടുന്നത്. തന്റെ ഭരണകാലത്ത് യാതൊരുവിധ കാര്യങ്ങളും തെറ്റായി നടന്നിട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ആരും മോഷ്ടിക്കില്ലല്ലോ, അതുപോലെയാണ് തന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രങ്ങളെല്ലാം താൻ കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ഒരു എല്ലാവരും പറയുന്ന ഒരു ഒഴിവഴി മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആൾ ആ സമയത്ത് ആ കാലയളവിൽ തന്നെ നടന്ന ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ
ഭാഗമാകുന്നു, പ്രതിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പൂർണ്ണമായും ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ആ ഭാഗത്തേക്ക് കെട്ടിവെച്ച് ഒഴിയാനായി കഴിയുന്ന ധാർമ്മിക ബാധ്യത അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത്